നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യൂവൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ. മഴക്കാലമൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വേനലൊക്കെ കഴിഞ്ഞ് മഴയ്ക്ക് മുന്നോടിയായുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചിലയിടങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, ജോണ്ടിസ് വന്നു അഥവാ മഞ്ഞപ്പിത്തം വന്നു, ചില ആളുകളൊക്കെ മരണപ്പെട്ടു, അതൊരു ഏരിയയിൽ സ്പ്രെഡായി എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ചില ലക്ഷണങ്ങളും അവ വരാതിരിക്കാനുള്ള ചില പ്രതിരോധ മാർഗങ്ങളൊക്കെ നോക്കാം. ലിവറിനെ ബാധിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങളിലും ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്? നമ്മുടെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ ഒരാൾക്ക് മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ബിലിറൂബിൻ എന്ന് പറയുന്നത് ഒരു ബൈൽ പിഗ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ ലിവറിൽ ഉണ്ടാവുകയും ലിവറിന് പുറകിലുള്ള ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞൊരു ഓർഗനിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മഞ്ഞ ഓറഞ്ച് നിറത്തിലായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ ദഹനത്തിനാണ് ഇവ സഹായിക്കുന്നത്. അപ്പോൾ ഇവ രക്തത്തിൽ കൂടുമ്പോൾ നമ്മൾ ഒരാളിൽ മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ജോണ്ടിസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ലിവറിനെ ബാധിക്കുന്ന മിക്ക അസുഖങ്ങളിലുമാണ് ജോണ്ടിസ് ഉണ്ടാകുന്നതെന്ന്. അതിപ്പം എലിപ്പനിയിലും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ്. ഇതിലൊക്കെയാണ് മഞ്ഞപ്പിത്തം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ വൈറസുകളിലും അതുപോലെ തന്നെ ചില മദ്യപാനികളിൽ ഈ ആൽക്കഹോൾ ഒരു കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് കേസസ് ആയ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരിൽ, അതായത് സ്റ്റിറോയിഡ്, പെൻസിൽ പോലുള്ള മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആളുകളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ള ആളുകളിൽ കാണാറുണ്ട്. ചില കെമിക്കൽസൊക്കെ, അതായത് എന്തെങ്കിലും ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന കെമിക്കൽസിനൊക്കെ കുറേ കാലമായിട്ട് എക്സ്പോഷറായ ആളുകളിലൊക്കെ നമ്മൾ ജോണ്ടിസ് കണ്ടുവരാറുണ്ട്. മഞ്ഞപ്പിത്തത്തിനുള്ളൊരു പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഗ്രൂപ്പ് ഓഫ് അസുഖമാണ്, വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. അത് നമുക്കിന്ന് എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് നോക്കാം. അത് മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസും മറ്റൊന്ന് ക്രോണിക് ഹെപ്പറ്റൈറ്റിസും. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു 6 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ക്യൂർ ആവും. ഒരു പേഷ്യൻറ്റിന് മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ അതൊരു 6 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ക്യൂർ ആവും. അത് പെട്ടെന്ന് വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ ക്രോണിക് എന്ന് പറയുന്നത് അതൊരു 6 മന്തിൻ്റെ മുകളിൽ ഒരാളിൽ കിടക്കും. കൂടുതലായിട്ടും ഈ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഇത് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വൈറസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് എ, ബി, സി, ഡി, ഇ എന്നീ ഹെപ്പറ്റൈറ്റിസ് കാണുന്നുണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് മെയിനായിട്ടും വെള്ളത്തിലൂടെ വരുന്നതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 60% ആളുകളിൽ 2 മാസത്തിനുള്ളിൽ ക്യൂർ ആവും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിലാണെങ്കിൽ ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ക്യൂർ ആവാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരിലൊക്കെ വരികയാണെങ്കിൽ ഈ വൈറസ് ഒരു മാസത്തോളം ശരീരത്തിൽ കിടക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഒരു തവണ വന്നാൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് കൊടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് ഞാൻ പറഞ്ഞു വെള്ളത്തിലൂടെയൊക്കെയാണെന്ന്. അതായത് മെയിനായിട്ട് നമ്മൾ ഈ ജ്യൂസ് കഴിക്കുന്ന സമയത്ത്, പുറത്തു നിന്നൊക്കെ ജ്യൂസ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ജ്യൂസർ മെഷീൻസിലൊക്കെയാണ് ഇതിൻ്റെ വൈറസ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത്, ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ഒരു 10 മുതൽ 25 ദിവസം കഴിഞ്ഞിട്ടാണ് രോഗം പുറത്തേക്ക് കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിനെ കുറിച്ച് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് മെയിനായിട്ടും സ്രവത്തിലൂടെ പകരുന്നതാണ്. അതായത് രക്തത്തിലൂടെയൊക്കെ. ഇപ്പം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരാം. ഇങ്ങനെയാണ് ഇത് മെയിനായിട്ടും വരുന്നത്. അതുപോലെ തന്നെ നീഡിൽസ്, സിറിഞ്ചൊക്കെ ഒരാൾ യൂസ് ചെയ്തത് മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്ന് പറയുന്നത് കുറച്ച് സീരിയസും കൂടിയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെയും ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ബി വന്ന ഒരാളിൽ ഡി വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഹെപ്പറ്റൈറ്റിസ് ഡി വരാൻ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നതും വെള്ളത്തിലൂടെയാണ് കൂടുതലായിട്ടും പകരുന്നത്. അതും വന്നാൽ കുറച്ച് സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മരണമൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ജോണ്ടിസിന് ഒരു ചെറിയൊരു ലക്ഷണമായിട്ട് മാത്രം കാണരുത്. അത് പ്രോപ്പറായിട്ടുള്ള കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മൾ കൊടുക്കണം. ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ജോണ്ടിസ് വന്ന ഒരാളിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും നമ്മുടെ കണ്ണിലും മൂത്രത്തിലും മലത്തിലും അതുപോലെ തന്നെ നഖത്തിലൊക്കെ മഞ്ഞ നിറം കാണാം. നോസിൻ്റെ, അതായത് മൂക്കിൻ്റെ അറ്റത്ത് മഞ്ഞ നിറം കാണാം. അതുപോലെ വിശപ്പില്ലായ്മ ഒരു പ്രധാന ലക്ഷണമാണ്. ശോധനക്കുറവ്, മലബന്ധം കാണാം. അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ചൊറിച്ചിലുണ്ടാവാം. ചില ആളുകളിൽ വയറുവേദന അനുഭവപ്പെടാം. ചില ആളുകളിലാണെങ്കിൽ ഓക്കാനവും ഛർദിയും ഉണ്ടാവാം. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം.
പനി, കുളിര്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ മഞ്ഞപ്പിത്തമുള്ള ഒരാളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് എ ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ബിനേക്കാളും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബിലിറൂബിൻ രക്തത്തിൽ കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തം ഒരാളുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. ബിലിറൂബിൻ ലിവറിൽ ഉണ്ടാവുന്നതിന് മുൻപും ചില ആളുകളിൽ ജോണ്ടിസ് കണ്ടുവരാം. അതുപോലെ തന്നെ ബിലിറൂബിൻ ചില ആളുകളിൽ ഉണ്ടായതിന് ശേഷവും ജോണ്ടിസ് കാണാം. ബിലിറൂബിൻ പ്രൊഡക്ഷന് മുൻപുള്ളതിനെ നമ്മൾ അൺകോൺജുഗേറ്റഡ് ജോണ്ടിസ് എന്നാണ് പറയുന്നത്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെമറ്റോമ, അതുപോലെ തന്നെ ഹീമോളിറ്റിക് അനീമിയ. ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ രക്തകോശങ്ങൾ രക്തത്തിൽ തന്നെ നശിച്ചു പോവുക. അവരുടെ കാലയളവ് കഴിയുന്നതിന് മുമ്പേ അവർ നശിച്ചു പോകുന്നതിനാണ് നമ്മൾ ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഈ RBC, അതായത് അരുണ രക്താണുക്കൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് ബിലിറൂബിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഹീമോളിറ്റിക് അനീമിയ ഒരു കാരണമാണ്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ തൊലിക്ക് താഴെയൊക്കെ വരുന്ന ഹെമറ്റോമ, ബ്ലഡ് ക്ലോട്ട്സും ഈ ജോണ്ടിസ് ഉണ്ടാവാനുള്ളൊരു കാരണമാവുന്നുണ്ട്. ഇത് ബിലിറൂബിൻ്റെ പ്രൊഡക്ഷന് മുൻപേ. അതായത് ബിലിറൂബിൻ ഉണ്ടായതിന് ശേഷമുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുണ്ടായത് ഞാൻ പറഞ്ഞു, ലിവറിൻ്റെ പുറകിലുള്ള ഓർഗനായ ഗോൾ ബ്ലാഡറിലാണ് ഈ നമ്മുടെ ബൈൽ പിഗ്മെൻറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഉണ്ടായതിന് ശേഷം ഉണ്ടാകുന്ന ചില കാരണങ്ങൾ, ഒന്ന് ഗോൾ സ്റ്റോൺ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിന് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിന് വരുന്ന മറ്റെന്തെങ്കിലും ട്യൂമേഴ്സ്, അതുപോലെ തന്നെ പാൻക്രിയാസിന് വരുന്ന വല്ല ട്യൂമേഴ്സൊക്കെ ഇങ്ങനെയുള്ളൊരു ജോണ്ടിസ് ഉണ്ടാവാനുള്ളൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് കാണിക്കുന്ന ചില സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഇങ്ങനെ ജോണ്ടിസ് വന്നൊരു വ്യക്തിയിൽ ബിലിറൂബിൻ കൂടുമ്പോൾ അത് വൃക്കയിൽ അടിഞ്ഞുകൂടാനുള്ള ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ കുറയ്ക്കും. അതായത് നമുക്കറിയാം കിഡ്നിയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് യൂറിൻ്റെ ഫിൽട്രേഷനൊക്കെയാണ്. അത് കുറയ്ക്കും. അതുപോലെ തന്നെ മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഡാമേജ് ആണ്. ഇപ്പോൾ കുട്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു സെറിബ്രൽ പാൽസി പോലത്തെ കണ്ടീഷനിലോട്ടൊക്കെ നയിക്കും. അതുപോലെ തന്നെ കേൾവി ശക്തി കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു ആൽക്കഹോൾ കൂടുതൽ കാലം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോണ്ടിസ് വന്നാൽ പിന്നീട് അതൊരു ലിവറിനെ കൂടുതലായിട്ടും ബാധിക്കും. അതായത് ഒരു ലിവറിൻ്റെ ഒരു ഫൈബ്രോസിസ് കണ്ടീഷനിലോട്ട് മാറും. പിന്നീട് അത് സിറോസിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതൊരു മാലിഗ്നന്റ് കണ്ടീഷനിലോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാന കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റിൽ ബിലിറൂബിൻ്റെ കൗണ്ട് നോക്കുക. അത് 2.7 മുകളിലാണെങ്കിൽ നമുക്കൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കിയിട്ട് എത്രത്തോളം ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് ESR, അതുപോലെ തന്നെ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ഇതിൻ്റെയൊക്കെ കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് A ആൻറ്റിജൻ ടെസ്റ്റ്. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വൈറസ് മൂലം ഉണ്ടായതാണോ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലം ഉണ്ടായതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് SGOT, അതുപോലെ തന്നെ SGPT, അതായത് ലിവർ എൻസൈംസ് ആണത്. അതൊരു 40 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് അതുപോലെ തന്നെ ജോണ്ടിസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ആണെന്ന്. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് യൂറിൻ അനാലിസിസ്. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടി നമുക്ക് LFT ചെയ്യാം. സ്കാനിങ് ചെയ്ത് നോക്കാം, അത് ഫൈബ്രോസിസിലൊക്കെ സ്റ്റേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ MRIയും CT സ്കാനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിപ്പോൾ അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലമാണ് അസുഖം ഉണ്ടായതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം കുടിക്കുക. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ ആഹാരമാണെങ്കിൽ പ്രോപ്പറായിട്ട് പാകം ചെയ്യുക. അതായത് ഹാഫ് കുക്ക്ഡ് ഫുഡൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തിയുള്ള ടോയ്ലറ്റ്സ്, വാഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യുക. കാരണം ഈ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ. അതുപോലെ നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ വൈറസുകൾക്കും പെട്ടെന്ന് പിടിപെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിക് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കലൊക്കെ ആയിട്ട് എക്സ്പോഷർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാക്സിമം കുറച്ച് കണ്ടുവരാൻ ശ്രദ്ധിക്കുക. സെഡിമെൻ്ററി ലൈഫൊക്കെ ആണെങ്കിലും അത് ഒഴിവാക്കുക. ഇനി നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു ലിവറിനെ ബാധിക്കുന്ന എല്ലാ അസുഖത്തിലും നമ്മൾ മഞ്ഞപ്പിത്തം കാണാറുണ്ട്. അപ്പം നമ്മൾ ലിവറിന് മാക്സിമം ജോലി ഭാരം കൊടുക്കാതെ നിൽക്കുക. അതായത് മാക്സിമം റെസ്റ്റ് എടുക്കുക.
പിന്നെ ഭക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ഓയിലി ഫുഡ് കുറയ്ക്കുക, ഉപ്പടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ കുറയ്ക്കുക, ഷെൽ ഫിഷ് ഈ ഞണ്ട്, കക്ക അവയൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും കുറേ സമയം തിളപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ഈ വൈറസ് പെട്ടെന്ന് പെരുകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്, അത് ജ്യൂസ് ആക്കാതെ കഴിക്കാൻ നോക്കുക, ഫൈബറൊക്കെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് നന്നായി കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക. ഇപ്പോൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്, കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാതെ, അതുപോലെ തന്നെ ഉപ്പൊന്നും കൂടുതൽ ഉപയോഗിക്കാതെ കഴിക്കുക. അതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാർലി വെള്ളമൊക്കെ കുടിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ജോണ്ടിസ് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ തടയാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ലാബ് ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിച്ച് വേണ്ട ഡയറ്റും അതുപോലെ തന്നെ ആയുർവേദിക് മെഡിക്കേഷൻസും നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.